വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 1. ഇന്ന് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. പറഞ്ഞ സെപ്റ്റംബർ 1 അമ്മയുടെയും പപ്പയുടെ വെഡിങ് ആനിവേഴ്സറി, സെപ്റ്റംബർ ഓണം, സെപ്റ്റംബർ 20 അമ്മയുടെ ബർത്ത്ഡേ. പപ്പയുള്ള സമയത്ത് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു സെലിബ്രേറ്റ് ഉണ്ടായിരുന്നു സെപ്റ്റംബർ 1. പക്ഷേ ഇപ്പോൾ 9 years ആയിട്ട് പപ്പയില്ല. അപ്പോൾ ഈ തവണ അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ്, ആനിവേഴ്സറിക്ക് അന്ന് അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് വലിയ ആഗ്രഹമാണ്. സോ ഞാൻ ആലോചിച്ചു ഓക്കെ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന്. കാരണം സെപ്റ്റംബർ ഓണം കഴിഞ്ഞ് 2 days കഴിയുമ്പം ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പം ഞാൻ 20 days അവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ സെപ്റ്റംബർ 20 ഒരിക്കലും ഞാൻ നാട്ടിൽ കാണില്ല. അതാണ് അമ്മയുടെ ബർത്ത്ഡേയിലേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ ഒരു ബർത്ത്ഡേ ചെറിയൊരു ആംബിയൻസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല. ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്നവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു നോക്കിയത് ഈ തവണ അമ്മയ്ക്ക് അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ കുറച്ച് ബർത്ത്ഡേ സ്റ്റിൽസ് ഒക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻസിനുള്ള ഐറ്റംസ് കളക്ട് ചെയ്യണം. കാരണം ഇത് പെട്ടെന്നിട്ട പ്ലാനാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഈ പറയുന്നില്ല ഈ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊന്നുമില്ല. കാരണം വേറൊരു ഡേ ആയിരുന്നെങ്കിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ ചെയ്യണമെന്ന് അമ്മയുടെ ആഗ്രഹം കൊണ്ട് ഇന്നലെയാണ് അമ്മ നൈറ്റ് പറയുന്നത് നമുക്ക് നാളെ സെപ്റ്റംബർ 1 ആനിവേഴ്സറി ആയാലും അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇതിനകത്ത് സർപ്രൈസ് ആയിട്ടൊന്നുമില്ല, അതാണ് സത്യം. സോ ഇന്നായിരിക്കും നമ്മൾ സെപ്റ്റംബർ 1 നമ്മുടെ സെപ്റ്റംബർ 20 ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ മദർ ശ്രീകുമാരി മോഹൻ, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂരി എന്ന് വിളിക്കാം. അമ്മയുടെ റിയൽ നെയിം ഫ്യൂരി എന്നാണ്. കല്യാണം കഴിയുമ്പോൾ പപ്പ ഒഫീഷ്യലി ഇട്ട പേരാണ് ശ്രീകുമാരി. അപ്പോൾ നമുക്ക് ഫ്യൂരി എന്നോ ശ്രീകുമാരി എന്നോ വിളിക്കാം. എന്താ ഫ്യൂരിയുടെ പേരല്ലേ? അതെ, അതാണ്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് വരുത്തിയതാ. ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷൻസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ നല്ല വെയിലും നല്ല കാറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്ത് പോകാൻ വയ്യ. പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എന്തായാലും ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. പലിച്ച് ഇപ്പം പോകണ്ട. ഇപ്പം നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻസിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് എടുത്തു. ശ്വാസം വിട്ടോ ശ്വാസം പിടിച്ചു വെക്കണ്ട അല്ലേ. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്ത് യൂസ്ഫുള്ളാണെന്നറിയാമോ ഈ ഇൻസ്റ്റാമാർട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ. അതേപോലെ നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിപ്പിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ട് മാത്രമല്ല, ബ്ലിങ്കിറ്റ് ഉണ്ട്, പിന്നെ എന്താ സെപ്റ്റോയോ അങ്ങനെ പറയുന്ന എന്തൊരു ആപ്പ് ഉണ്ട്. ഞാൻ അത് വൺസ് യൂസ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻസ്റ്റാമാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലിങ്കിറ്റ്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നോക്കി എന്തോരം ഇത് വന്നേ പിന്നെ ഒരു സാധനം പുറത്ത് മേടിക്കുന്നത് ഭയങ്കര മടിയാണ്. എല്ലാ സംഭവം വരെയും കിട്ടും, അറിയാം. അപ്പം അമ്മയ്ക്ക് ഇതിനകത്ത് ഏതാ വേണ്ടത് അമ്മ സെലക്ട് ചെയ്യും. ഓക്കെ, അമ്മയ്ക്ക് ഏതാ വേണ്ടത്? ഇത് വേണോ അത് ഗോൾഡ് വേണോ? അമ്മയ്ക്ക് അതാണ് വേണ്ടത്. ഫൈനൽ ചെയ്തു this one. അത് പറഞ്ഞപ്പോഴാ എൻ്റെ അമ്മ മൂക്ക് കുത്തിയിട്ടുണ്ട്. കാണിച്ചേ, ആള് മൂക്ക് കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് വ്ളോഗിൽ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഇതിനു മുമ്പുള്ള ഫേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എൻ്റെ അമ്മയ്ക്ക് മൂക്ക് കുത്തിയത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല, പക്ഷെ ബാക്കി എല്ലാവരും ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്ക് മാത്രം ഇഷ്ടമായില്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ പഴയ ഒരു നിഷ്കളങ്കമായ ഫേസ് പോയെന്ന് തോന്നുന്നു. വീഡിയോയിൽ ഇരുത്തി അങ്ങ് അപമാനിക്കുവാണെന്ന് തോന്നുന്നു.
നിങ്ങൾ വിചാരിക്കും വീഡിയോയുടെ മുന്നേ മിണ്ടായിരിക്കുമ്പോൾ അയ്യോ പാവം മനീഷ അമ്മ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുവാണല്ലോ, പാവം അമ്മ വീഡിയോ ഓഫ് ചെയ്തൊരു ഭയങ്കരമായിട്ട് ഇട്ടങ്ങ് ട്രോളും. ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വന്നു. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം മാതാശ്രീ. പേടിച്ചു. അപ്പൊ നമുക്ക് ലെറ്റ്സ് അൺബോക്സ്. അമ്മ കട്ടിയതാ മോള് കഴിച്ചോ? ഇല്ല മോള് കഴിച്ചോ? ശരി അമ്മ കഴിച്ചോളാം. ഫുഡ് എത്താൻ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ ആലോചിച്ചാൽ പിന്നെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇതിന്റെ കൈ എവിടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് കാണുമ്പോഴേ എൻ്റെ ഫേസ് വെച്ച് ഇങ്ങനെയുള്ള ആൽഫബറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയാം, മറ്റേ കല്യാണരാമനകത്ത് മെൽക്കത്തിന്റെ സ്പെല്ലിംഗ് മെൽക്കാവുന്ന എഴുതി നോക്കുന്ന അവസ്ഥ. അപ്പൊ എന്തായാലും ഇത് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചതാ. ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് ഒരുമിച്ച് സെറ്റ് വീർപ്പിക്കേ. അമ്മേനെ വൈറ്റ് ആയിട്ട് നോക്കാം. ആദ്യം ആരെ വരും വീർപ്പിക്കുന്നത് നോക്കാം. എനിക്കറിയത്തില്ല. ആ കൊച്ചിനെ പേര് വീർപ്പിച്ചതാ. ബ്ലാക്ക് സുഖം കാണത്തില്ല ആയിരിക്കും അല്ലേ? വൈറ്റും ഈ ഗോൾഡും ആയിരിക്കും സുഖം അല്ലേ? ഐ തിങ്ക് സോ. അല്ലേ ഇപ്പൊ വൈറ്റ് ആണ്. ഇതിടാം. കുറച്ചുകൂടെ ഞാൻ പേടിച്ചില്ല, എന്നാലും അമ്മയുടെ കയ്യിൽ പെറ്റിട്ട് അമ്മയുടെ കുത്തിപ്പൊട്ടി. ഞാനിപ്പം കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പം നമുക്ക് കേക്ക് മേടിക്കണം. അതേപോലെ നമുക്ക് ഗിഫ്റ്റ് റാപ്പിങ്ങിനുള്ള സംഭവം മേടിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതിൻ്റെ ഇടയിലൊരു സർപ്രൈസ് ഉണ്ട്. അമ്മയ്ക്കത് അറിയത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മയ്ക്കാണെങ്കിൽ ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷം അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു മൈക്കൽ കോഴ്സിൻ്റെ ഒരു വാച്ചാണ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനത്തെ വാച്ച് ടൈപ്പ്, അമ്മയ്ക്ക് ഈ ബാങ്കിൾ ടൈപ്പ് വാച്ചൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വാച്ചൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈയിടെ ഒരു നോർമൽ ബാങ്കിൾ ടൈപ്പ് വരുന്നൊരു വാച്ച് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അമ്മ അടുത്ത് ഞാൻ പറയും വേറെ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ ഒരു കുഴപ്പമില്ല മോളോ, ഈ ഗിഫ്റ്റ് തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വിചാരം ഞങ്ങൾ ഇന്ന് ആ ഗിഫ്റ്റാണ് റാപ്പ് ചെയ്ത് ഞാൻ കൊടുക്കുന്നതെന്ന് അമ്മയുടെ വിചാരം. അപ്പോൾ അമ്മയ്ക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് ചെറിയൊരു പ്രാങ്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നോക്കാം എന്താവുന്നു. ഇപ്പം പോയി കേക്ക് വാങ്ങിയിട്ട് വരാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഫൈനൽ ലുക്ക് റെഡി ആയിട്ട് കാണിക്കാം. കാരണം ഞാൻ നന്നായിട്ട് വെയിലത്ത് പോയി വന്നപ്പോൾ നന്നായിട്ട് ടയേർഡായി, നന്നായിട്ട് സ്വെറ്റായി. അപ്പോൾ ഞാൻ ഈ ഒന്നൊരു കുളി പാസ്സാക്കി റെഡിയായി വന്നതിന് ശേഷം കാണാം. ഓക്കെ, അതെ ഞാൻ റെഡിയായി, അമ്മയും റെഡിയായത്. അമ്മ പുതിയ സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം അല്ലേ? റെഡിയാണോ? റെഡി. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഞാൻ കേക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വർഷത്തെ അമ്മയുടെ ബർത്ത്ഡേ കേക്ക്, റെഡ് വെൽവെറ്റ്. ഹാപ്പി ബർത്ത്ഡേയുടെ എച്ച് കാണുന്നില്ല, HIP കാണുന്നില്ല. അപ്പോൾ ഇതാണ് അമ്മ സ്ലോ മോഷൻ അങ്ങോട്ട് പോയി നടന്നു കാണട്ടെ, നടക്കൂ.
എന്നിട്ട് ഇങ്ങോട്ട് തിരിയൂ. ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കാൻ തിരിയാനല്ല, ചിരിക്കൂ, പൊട്ടിച്ചിരിക്കൂ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? വളരെ മിനിമലായിട്ടുള്ള സംഭവമാണ് നമ്മൾ ചെയ്തത്. അതെ, ഇഷ്ടമായോ അമ്മ? ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് കൊള്ളാടാ. അമ്മയെ കൊല്ലൊന്നും കൂട്ടി പിടിച്ചു. ഓക്കേടാ, കിട്ടി. ഒരു ഫോട്ടോ ഇങ്ങനെ ഞാൻ അമ്മ കേക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അത് കൊള്ളാം. ഓക്കെ, ഇനി കേക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് പോയി കേക്ക് കട്ട് ചെയ്യാം. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എന്താ പറയാ, അപ്പൊ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യാം. ക്യാൻഡിലാക്കാം. അപ്പോൾ നൈഫ്. Happy birthday to you. Happy birthday to you, dear mommy. Happy birthday to you. Happy birthday to you. Happy birthday to you. അപ്പോൾ ആദ്യം ഹാപ്പി ബർത്ത്ഡേ, ആദ്യം തന്നെ ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ. ആദ്യം ലിപ്സ്റ്റിക്കാ, എൻ്റെ ലിപ്സ്റ്റിക്കാ, എനിക്ക് തരൂ. നല്ല അടിപൊളി കേക്ക് കേട്ടോ, നല്ല അടിപൊളി കേക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുക. അമ്മയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുക. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ മോം. താങ്ക് യു പറ. താങ്ക് യു. ആ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേക്ക് ഞാൻ തന്നെ കഴിക്കാം. അപ്പോൾ ബൈ ഗൈസ്. ബൈ. ബാന്നോ? ബൈ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്. ആക്ച്വലി പ്രാങ്കാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താവും എങ്ങനെയാവുന്നു ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് അമ്മയെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ എന്താവും എങ്ങനെയാവുന്നു ഒരു ഐഡിയ ഇല്ല, നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് വാങ്ങു, ഞാൻ അനുഗ്രഹിക്കാൻ അൺബോക്സ് ചെയ്യാമേ. അമ്മ എന്താ നോക്കി, എന്താണെന്ന് ഗസ് ചെയ്യോ? എന്താ അമ്മയുടെ ഫേസ് കിട്ടുന്നുണ്ടല്ലോ. ചിലപ്പോ എന്തെങ്കിലും വാച്ചല്ലെങ്കിൽ ഇറങ്ങുവോ? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാ തിരക്കിലുണ്ട്. അല്ല, ഇതിനകത്ത് എന്റെ ആയിരിക്കും. എന്നാലും എന്നാ കൊള്ളല്ലേ? ഇനി അടുത്ത വർഷം ഞാൻ ഇവിടേക്ക് തക്കാളിയായി. സത്യത്തിൽ ഞാൻ വല്ല കാടമുട്ട വെക്കാന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വല്ല മുട്ട കൊള്ളാം കൊള്ളാം. ഇത് ആവശ്യമുണ്ട്. എന്തിനു? ഇത് വന്നെങ്കിൽ വേണ്ട, പോട്ടെ. ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ്.
അടുത്ത പറ്റി ഇതെന്താന്ന് വിചാരം തന്നാ മതി, ഞാൻ സന്തോഷമുണ്ട്. ഇതെന്താണ് അമ്മയുടെ പ്രതീക്ഷ? വാച്ചാണോ? അടുത്ത എന്തോ പറ്റിപ്പോ ബോംബ് വെച്ചിട്ട് തന്നെ മതി. ബോംബ് വെച്ചിട്ടുണ്ട്. പിന്നെ ബോംബ് വെച്ച് ഞാനും കൂടെ പൊട്ടത്തില്ലേ? കേക്ക് 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 ഇത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഓർണമെന്റ്സ് ഇഷ്ടമുള്ളൊരു കട. എല്ലാം സർപ്രൈസ് അപ്പൊ പറയുന്നത് എന്താണെന്നാ പ്രതീക്ഷ? മിഠായി. ഇത്ര ഓർണമെന്റ്സിന്റെ കളർ മിഠായി അല്ല പറയാക്കത്തില്ലേ, കവർ എടുത്തിട്ട് കണ്ടോ? ഫോൺ കണ്ടോന്ന്? കവറൊന്നും പറ്റില്ല. ക്ഷമക്കാരോ വേണ്ട ക്ഷമക്കാരോ ഇത് ഓപ്പൺ ചെയ്യോ? ഓൺ ചെയ്. ഓൺ ചെയ്ത് കാണില്ലേ? ലോക്ക് പ്രസ് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഴപ്പമില്ല, ഞാൻ ഈ പൈസ അടുത്ത ചെറിയ ചെറിയ കൂടെ വാങ്ങിക്കോളാം. അമ്മ പോയതിന് പിറ്റേന്ന് ഈ സാധനം വന്നു. അമ്മ കഴിഞ്ഞ തവണ വന്നിട്ട് പോയില്ലേ, അതിന് പിറ്റേന്ന് ഞാൻ വാങ്ങിയത്. ഇതാ കവറ്. പൊട്ടിപ്പോയി അമ്മയുടെ നൈസായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ അമ്മയുടെ നിന്ന് വിവോ ഫോണാണ്. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞ അമ്മ ഞാൻ പുതിയ കവർ മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവോയുടെ കുറച്ച് കവേഴ്സ് പ്രിന്റ്സ് അയച്ചു കൊടുത്തിട്ട് അമ്മ സെലക്ട് ചെയ്തത്. അപ്പൊ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ പുതിയ സാംസങ്ങിന് വേണ്ടി വാങ്ങിയതാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇതാണ് മാതാശ്രീയുടെ കേട്ടോ. എല്ലാ പ്രാവശ്യം എനിക്ക് ഇതിന് വേണ്ടിയിട്ടാ രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെ എന്തോ ചെയ്യണം, എങ്ങനെ പ്ലാൻ ആക്കണം, സത്യം ഒരു ഐഡിയ ഇല്ല. ഇത് ഞാൻ ആദ്യം ആലോചിച്ചു അമ്മയ്ക്ക് ഓണത്തിനന്ന് കൊടുക്കാം. പിന്നെ ആലോചിച്ചു ഓക്കെ ഇപ്പൊ ഓണമൊക്കെ വരികയല്ലേ, 2 ദിവസമായിട്ട് അമ്മയുടെ ഫോണിന്റെ വോളിയം ഒന്ന് വർക്കിംഗ് അല്ല കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ഇന്നലെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഷ്ടം അധികം വൈകിക്കണ്ട, ഇതേപോലെ ആനിവേഴ്സറി എന്തായാലും നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഇന്ന് എന്തായാലും ഫംഗ്ഷൻ ആക്കുന്നുണ്ട്. സോ ആലോചിച്ചു ഇന്ന് തന്നെ കൊടുത്തേക്കാന്ന്. ഇന്നലെ ഞാനിത് അമ്മയ്ക്ക് കഴിഞ്ഞ തവണ ഞാൻ മൈക്കൽ കോഴ്സിന്റെ ഒരു വാച്ചാണ് വാങ്ങിക്കൊടുത്തത്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ചെയിൻ ടൈപ്പ് ഇഷ്ടമല്ല, ബാംഗിൾ ടൈപ്പ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ ഞാൻ അമ്മയ്ക്ക് ബാംഗിൾ ടൈപ്പ് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഇതായിരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ്, ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല, ഒക്കെ മോളെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. നടിയോടെ കളി. വാച്ച് റൂമിൽ ഇരിപ്പുണ്ട്, റൂമിന്റെ കബോർഡിൽ ഇരിപ്പുണ്ട്. വാച്ച് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് വാച്ച്. അമ്മയ്ക്ക് ഇങ്ങനത്തെ ബാംഗിൾ ടൈപ്പ് വാച്ചാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വാങ്ങി കൊടുത്തത്. അപ്പം അമ്മ വിചാരിച്ചു ഇതായിരിക്കും അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന്. അതുകൊണ്ട് അമ്മ വിചാരിച്ചു ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇതന്നെ കൊടുക്കുന്നതുകൊണ്ട് അമ്മ ഇന്ന് ഇത് ഇട്ടതും ഇല്ല. അമ്മ വിചാരിച്ചു ഞാൻ ഇതായിരിക്കും റാപ്പ് ചെയ്ത് ഇന്ന് കൊടുക്കുന്നതെന്ന്. താങ്ക് യു കേട്ടോ. വാച്ച് ഇടും കാണട്ടെ. ഓക്കെ സെറ്റ്. അപ്പോൾ ബർത്ത്ഡേ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാനമ്മയും കൂടെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ലുലുവിൽ പോകുന്നുണ്ട്. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, കാരണം ഓൾറെഡി ഒരുപാട് ലേറ്റായി 5:30. അപ്പോൾ കാണാം. ബൈ പറ. ബൈ. അപ്പോൾ ഗൈസ് അങ്ങനെ ബർത്ത്ഡേ ഇത് വളരെ ചെറിയൊരു
ഈ പറഞ്ഞത് ഞാനും അമ്മയായിട്ടുള്ള ഒരു മിനി പരിപാടിയായിരുന്നു, വലിയ സംഭവങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഫോൺ കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ബർത്ത്ഡേ ആകുമ്പോൾ വാങ്ങണമെന്ന്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഞാൻ വാങ്ങി വെച്ച ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ വന്നപ്പോഴിങ്ങനെ ഫോണിന് വോളിയം കൂടുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, നമുക്കതുകൊണ്ട് ശരിയാക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഞാൻ ഫോൺ വാങ്ങി തരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അമ്മ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ തവണ ഞാൻ അമ്മയ്ക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുമെന്ന്. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസ് ഇവിടുന്ന് കഴിയുന്നില്ല. അതായത് ഇന്ന് ബർത്ത്ഡേ സർപ്രൈസ് കഴിഞ്ഞു, അമ്മയ്ക്ക് ഇനി ഒരു സർപ്രൈസും കൂടിയുണ്ട്. പക്ഷേ അതെനിക്ക് 2 ദിവസം കഴിയും അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഓണസദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ഹാങ് ഓവറും അതിൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അമ്മയുടെ ബർത്ത്ഡേക്ക് അത് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഒരു സർപ്രൈസും കൂടി ബാക്കി ഉണ്ട് എന്ന്. അത് മറ്റൊന്നുമല്ല, അമ്മയുടെ ഫാമിലി മുംബൈയിലുള്ള കുറച്ച് ഫാമിലീസൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് വീഡിയോ ആക്കി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്യാനും എനിക്കങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് ആ ഒരു ഡേ എനിക്കിത് എല്ലാ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതിപ്പോൾ 2 ദിവസം മുമ്പാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് വ്ളോഗിങ്ങിൻ്റെ ബർത്ത്ഡേ അടുത്ത സർപ്രൈസൊന്നും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് വേറൊരു വീഡിയോയുടെ കുറച്ച് കട്ട്സ് എടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ ആയിരിക്കും മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ജസ്റ്റ് ആ വീഡിയോസൊന്ന് വിഷസൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ സർപ്രൈസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ബാൽക്കണി വന്നിരുന്നിട്ട് ആട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പോവാം. അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാവും നോക്കാം. എന്തായാലും അമ്മയുടെ റിയാക്ഷൻ എന്താവുമെന്ന് അറിയത്തില്ല, കാരണം അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയും കാണത്തില്ല. ഈ പറയുന്ന പോലെ മുംബൈയിലെല്ലാവരും നമ്മുടെ ബർത്ത്ഡേ അമ്മ ഫോണിൽ വിളിച്ച് വിഷസ് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോ അയച്ചിട്ട് അമ്മയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഷസ് കിട്ടുന്നത്. സോ അമ്മ അത് ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനും അവർ സർപ്രൈസ് ആകുമ്പോഴത്തേക്ക് അപ്പോൾ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഈ പറയുന്നൊരു 3-4 വർഷമായിട്ട് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ എനിക്ക് സർപ്രൈസ് കിട്ടുന്നതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് നോക്കാം. ഇത് വളരെ ഒരു ചെറിയ കുട്ടി ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു ബർത്ത്ഡേ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ പറ്റുന്ന പോലെ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ കുറച്ചൊക്കെ ഇതേപോലെ സർപ്രൈസൊക്കെ കൊടുത്ത് ഹാപ്പി ആക്കി വെക്കാമെന്ന് കുറച്ച് നല്ല നല്ല മൂമെൻറ്റ്സാണ്, നല്ല നല്ല മെമ്മറീസാണ് ആക്ച്വലി ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറ്റുന്ന പോലെ ഹാപ്പി ആക്കി ചെറിയ ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കുക. വലിയ ഗിഫ്റ്റൊന്നും വാങ്ങിക്കൊടുക്കണമെന്നൊന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റാണെങ്കിലും മതി, ചെറിയ കാര്യങ്ങൾ ചെയ്താലും മതി, അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. നമുക്ക് ഈ വീഡിയോ ഈ സർപ്രൈസിങ് അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, ലവ് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. हाय अम्मा, कैसे हो आप? मुझे पता है आप ये सोचते रहोगे कि शीबा ने वीडियो क्यों बनाया. वीडियो बनाने का एक सबसे इम्पोर्टेंट रीजन ये है बिकॉज आज आपका बर्थडे है. तो हमने सोचा कि छोटे छोटे वीडियोस बनाते जैसे कि श्री कुट्टी चाहती थी, इसके लिए हमने उसके लिए वीडियो बनाया. तो पहले चीज तो ये है, मेरे तरफ से, डैड की तरफ से और रिजेश की तरफ से wish you a happy birthday Amma. May God bless you with everything in this world and you be happy. एक और सरप्राइज है आपके लिए, चलो देखते हैं. हाय कुमारी, कैसी है? हैप्पी बर्थडे टू यू. गॉड ब्लेस यू डियर. Hello Puri Akka, how are you? Happy birthday to you. God bless. Happy
ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പ്യൂരി. Many happy returns of the day, Floraka. Happy birthday, Puriaka. May the years ahead be a blessed one. May all your heart's desire come true. Happy birthday, Pure Yajama. Once again, happy birthday from all of us. ഇങ്ങനെ വീഡിയോ ചെയ്ത് അവർ വീഡിയോ ചെയ്ത് അയച്ചു തന്നോ? ഞാൻ അവരോട് കഴിക്കാം അയക്കുന്നതായിട്ട് ഞാനത് ബോംബെയിൽ അവരോട് ഞാൻ മെസ്സേജ് ഇട്ട് പറഞ്ഞായിരുന്നു എനിക്ക് അമ്മയുടെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അയച്ചുതരാം. ശോഭ ഭാബി ചോദിച്ചായിരുന്നു എന്നെ ബർത്ത്ഡേ ഇന്നലെ. ഞാൻ ഇന്നലെ ഡോട്ടിയമ്മ വിളിക്കുന്ന ശോഭ ഭാബി വിളിക്കുന്നുണ്ടപ്പോഴേ എനിക്ക് സംശയം അവരുടെ വായിന്ന് വീഴുമോ ശരി. അപ്പൊ ഹാപ്പി എന്റെ ബർത്ത്ഡേ സർപ്രൈസ് എല്ലാം സർപ്രൈസ് എപ്പോഴൊക്കെ സർപ്രൈസ് കൊടുക്കണ്ടേ. അപ്പൊ ശരി അടുത്ത ബ്ലോഗ് ബൈ ബൈ. ബൈ.